Welcome to today's EVS class, Activity 1, Textbook Activity, page number 42. Coloring. Which of the vessels shown below do you use to store water? Color them. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ വെള്ളം സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഏതൊക്കെയാണ്? അവയ്ക്ക് നിറം കൊടുക്കുക. Which vessel among those shown in the picture can contain maximum water? കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ ഏത് പാത്രത്തിലാണ് ഏറ്റവും കൂടുതൽ അളവ് വെള്ളം കൊള്ളുന്നത്? ആൻസർ ബക്കറ്റ്. വിച്ച് വെസൽ ക്യാൻ കണ്ടെയ്ൻ ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ? ഏറ്റവും കുറവ് വെള്ളം ഉൾക്കൊള്ളുന്നത് ഏത് പാത്രത്തിലാണ്? ആൻസർ ഗ്ലാസ്. ആക്ടിവിറ്റി 2. ഒബ്സർവ് ദ പിക്ചർ ഇൻ പേജ് നമ്പർ 42 ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്. പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 42-ലെ ഈ രണ്ട് ചിത്രങ്ങൾ നിരീക്ഷിക്കുക. റൈറ്റ് വിച്ച് ഓഫ് ദ ടു വെൽ വാട്ടർ വിൽ യു യൂസ് ഫോർ ഡ്രിങ്കിങ്? ഈ രണ്ട് ചിത്രത്തിലേതിലും ഏതിലെ വെള്ളമാണ് നിങ്ങൾ കുടിക്കാൻ ആഗ്രഹിക്കുന്നത്? വൈ? ഐ ലൈക്ക് ടു ഡ്രിങ്ക് ഫ്രം സെക്കൻഡ് വെൽ ബിക്കോസ്. ഞാൻ രണ്ടാമത്തെ കിണറിലെ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ദ വെൽ ഈസ് കവേർഡ് വിത്ത് എ നെറ്റ്. കിണർ വല കൊണ്ട് മൂടിയിട്ടുണ്ട്. ദ വെൽ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഫെൻസിങ് വാൾ. ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. ദ സറൗണ്ടിങ്സ് ആർ ക്ലീൻ. ചുറ്റുപാടും വളരെ വൃത്തിയുള്ളതാണ്. പീപ്പിൾ ഡു നോട്ട് ബാത്ത് നിയർ വെൽ. കിണറിനരികെ ആരും കുളിക്കുന്നില്ല. പൊല്യൂട്ടഡ് വാട്ടർ നെവർ റീച്ച് ടു വെൽ. മലിനമായ ജലം വെള്ളത്തിലേക്ക് എത്തിപ്പെടുന്നില്ല. ആക്ടിവിറ്റി 3. കംപ്ലീറ്റ് ദ ടേബിൾ. ഹൗ ഡസ് വെൽ വാട്ടർ ബിക്കം പൊല്യൂട്ടഡ്? കിണർ ജലം മലിനമാകുന്നത് എങ്ങനെ? ഹൗ ടു സോൾവ് ഇറ്റ്? അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെ? സ്റ്റാഗ്നേഷൻ ഓഫ് പൊല്യൂട്ടഡ് വാട്ടർ അറൗണ്ട് ദ വെൽ. കെട്ടിക്കിടക്കുന്നു. മലിനജലം കിണറിന് ചുറ്റും കെട്ടിക്കിടക്കുന്നു. അതിനുള്ള സൊല്യൂഷൻ അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ അറൗണ്ട് ദ വെൽ. മലിനജലം കെട്ടിക്കിടക്കാനുള്ള അവസരം ഒഴിവാക്കുക. സെക്കൻഡ് വൺ, പീപ്പിൾ ബാത്ത് ആൻഡ് വാഷ് നിയർ ദ വെൽ. ആളുകൾ കിണറിന് ചുറ്റും കുളിക്കുന്നതും അലക്കുന്നതും ശീലമാക്കുന്നു. അവോയ്ഡ് ബാത്തിങ് ആൻഡ് വാഷിംഗ് നിയർ ദ വെൽ. കിണറിൻ്റെ പരിസരത്ത് കുളിക്കുന്നതും അലക്കുന്നതും ഒഴിവാക്കുക. ഫോളിംഗ് ലീവ്സ് ആൻഡ് ഫുഡ് ഐറ്റംസ് ക്യാരീഡ് ബൈ ബേർഡ്സ്. പക്ഷികൾ കൊണ്ടുവരുന്ന ഇലകളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും കിണറിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. കവർ ദ വെൽ വിത്ത് എ നെറ്റ്. ഒരു വല ഉപയോഗിച്ച് കിണർ മൂടുക. ലോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെപ്റ്റിക് ടാങ്ക് ആൻഡ് വെൽ. സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള അകലത്തിൽ വളരെ കുറവുണ്ടായിരിക്കുക. കീപ്പ് ദ സെപ്റ്റിക് ടാങ്ക് എവേ ഫ്രം ദ വെൽ. സെപ്റ്റിക് ടാങ്ക് എപ്പോഴും കിണറിൽ നിന്നും വളരെ ദൂരത്തായിട്ട് സ്ഥാപിക്കുക. പൊല്യൂട്ടഡ് വാട്ടർ ഫ്ലോയിങ് ഇൻ ടു ദ വെൽ. മലിനമായ ജലം വെള്ളത്തിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. മേക്ക് എ പ്രൊട്ടക്റ്റീവ് വാൾ അറൗണ്ട് ദ വെൽ. കിണറിന് ചുറ്റും ഒരു ചുറ്റുമതിൽ കെട്ടേണ്ടതാണ്. ആക്ടിവിറ്റി 4. This is a project work. Visit wells of 5 houses in your neighborhood and record your observations in the environment diary. നിങ്ങളുടെ വീടിനടുത്തുള്ള 5 വീടുകൾ പരിശോധിച്ച് അവയുടെ കിണറുകൾ പരിശോധിച്ച് നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ചു വയ്ക്കുക. ഒബ്സർവേഷൻസ്. ഇസ് ദ വെൽ ഈസ് കവേർഡ് വിത്ത് എ നെറ്റ്. കിണർ വല കൊണ്ട് മൂടിയിട്ടുണ്ടോ? ഈസ് ദർ എ പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് അറൗണ്ട് ദ വെൽ. കിണറിന് ചുറ്റും ഒരു ചുറ്റുമതിലുണ്ടോ? ഈസ് ദർ പൊല്യൂട്ടഡ് വാട്ടർ കളക്റ്റിംഗ് നിയർ ദ വെൽ. മലിനമായ ജലം കിണറിനരികിൽ ശേഖരിക്കപ്പെടുന്നുണ്ടോ? ഡു പീപ്പിൾ ബാത്ത് നിയർ ദ വെൽ. ആളുകൾ കിണറിനരികെ കുളിക്കുന്നുണ്ടോ? ആർ ക്ലോത്ത്സ് വാഷ്ഡ് നിയർ ദ വെൽ. കിണറിനരികെ വസ്ത്രം അലക്കുന്നുണ്ടോ? ഈസ് ദ സെപ്റ്റിക് ടാങ്ക് കെപ്റ്റ് അവേ ഫ്രം ദ വെൽ. സെപ്റ്റിക് ടാങ്ക് കിണറിന് ദൂരെയാണോ സ്ഥിതി ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങൾ 5 വീടുകളിലേത് പരിശോധിച്ച് വൃത്തിയുള്ള കിണർ ഏതെന്ന് കണ്ടെത്തുക. ആക്ടിവിറ്റി 5. ഹൗ ടു യൂസ് ബ്ലീച്ചിങ് പൗഡർ ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് വെൽ വാട്ടർ. കിണർ ജലം വൃത്തിയാക്കുന്നതിന് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം, മെഷർ ദ വോളിയം ഓഫ് ദ വെൽ. കിണറിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കുക. വാട്ടർ അപ് ടു 2 person ഹൈറ്റ്. ബ്ലീച്ചിങ് പൗഡർ ഇൻ എ മാച്ച് ബോക്സ് ഈസ് സഫിഷ്യൻറ്റ്. 2 ആൾ ഉയരത്തിലുള്ള കിണർ ജലത്തിന് ഒരു തീപ്പെട്ടിക്കൂടിനോളം ബ്ലീച്ചിങ് പൗഡർ മതിയാകും. മിക്സ് ദ പൗഡർ ഇൻ എ കപ്പ് ഓഫ് വാട്ടർ ആൻഡ് സ്റ്റിർ വെൽ.
1 കപ്പ് വെള്ളമെടുത്ത് പൗഡർ അതിൽ നന്നായി കലക്കുക. അലൗഡ് ടു സെറ്റിൽ ഡൗൺ ദ പൗഡർ. പൗഡർ താഴെ അടിയാൻ അനുവദിക്കുക. പോർ ദ ലിക്വിഡ് ഇൻ ടു ദ വാട്ടർ. മുകളിൽ വന്ന വെള്ളം കിണറിലേക്ക് ഒഴിക്കുക. സ്റ്റിർ ദ വെൽ വാട്ടർ വിത്ത് എ ബക്കറ്റ്. ബക്കറ്റ് ഉപയോഗിച്ച് കിണറിലെ വെള്ളം നന്നായി ഇളക്കുക. വി ക്യാൻ യൂസ് ദ വാട്ടർ ഫ്രം ദ നെക്സ്റ്റ് ഡേ ഇറ്റ് സെൽഫ്. അടുത്ത ദിവസം മുതൽ കിണറിലെ ജലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു.